ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് വണ്ടർ ക്യാപ്ചർ. അപ്പം ഇത് നമ്മുടെ വാരണാസി വ്ളോഗിന്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് പോയി കാണുക. ഇത് നമ്മുടെ ആദ്യത്തെ ദിവസത്തെ വൈകുന്നേരത്തെ കാഴ്ചകളാണ്. ഞങ്ങള് ഇവിടെ വന്നതും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനെ പറ്റിയും അല്ലെങ്കിൽ ഘാട്ടുകൾ കണ്ടതിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം നമ്മൾ ആരതി കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ സമയം ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട്. നമുക്കൊരു 6 മണി 6:30 ടൈമിലൊക്കെയാണ് ഗംഗ ആരതി നടക്കുന്നത്. അപ്പൊ ഗംഗ ആരതിക്ക് നമ്മൾ എത്തുന്നതിന് മുന്നായിട്ടാണ് നമുക്ക് കാശി വിശ്വനാഥ ക്ഷേത്രം, നമ്മൾ ഈ പോകുന്ന വഴിയിൽ തന്നെയാണ്. അപ്പോൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഫസ്റ്റ് കയറിയതിന് ശേഷം നമുക്ക് ആരതി കാണാൻ പോകാൻ നേരം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ നമ്മളങ്ങനെ നടന്ന് അമ്പലത്തിനടുത്ത് എത്താറായി. അപ്പൊ ഇത് അമ്പലത്തിലെ പൂജയ്ക്കും കാര്യത്തിനൊക്കെ വെച്ചിരിക്കുന്ന പൂകളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഈ സ്ട്രീറ്റ് ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ അമ്പലം, കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വാരണാസിയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. ദേവദിവാലി സമയമായതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ളതിനേക്കാൾ അമിതമായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പോലീസിൻ്റെതായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന 14-ാം തീയതിയാണ്, 15-ാം തീയതിയാണ് ദേവദിവാലി വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ യോഗി ആദിത്യനാഥും അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് സെക്യൂരിറ്റി റീസൺസും കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഈ കാണുന്ന ചെറിയ വഴി നടന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് എത്താനായിട്ട്. പക്ഷെ നമുക്ക് ഈ വഴിയുടെ അവസാനം വരെ മാത്രമേ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ എൻഡിൽ നമുക്ക് ലോക്കർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഫോണും അതേപോലെ വാച്ച്, നമ്മുടെ ബാഗ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിലാണ് നമുക്കൊരു പണി കിട്ടിയത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ ചെരുപ്പ് ചെറുതായിട്ടൊന്ന് മിസ്സായി. അതായത് നമ്മൾ ലോക്കർ റൂമിൻ്റെ അവിടെ നമ്മുടെ ചെരുപ്പെല്ലാം സൂക്ഷിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. അവിടുന്ന് ഇവന്റെ ചെരുപ്പ് എങ്ങനെയാ മിസ്സായി. അപ്പൊ അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഒരു ചെരുപ്പൊക്കെ വാങ്ങിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ നടക്കാൻ തുടങ്ങിയത്. അപ്പൊ നമ്മൾ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ കുറച്ച് ടൈം നമുക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ല 6:30 സമയത്തൊക്കെയാണ് നമുക്ക് ആരതി സ്റ്റാർട്ട് ആവുന്നത്. പക്ഷെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങി വന്നപ്പോൾ ഏകദേശം 2 മണിക്കൂർ എടുത്തു. നമുക്ക് നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഗംഗ ആരതിയുടെ സമയം ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഗംഗ ആരതി ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. നമുക്കപ്പോൾ ഫ്രണ്ടിൽ പോകാൻ പറ്റും എന്ന് ഒരു പ്രതീക്ഷയില്ല. കാരണം നമുക്ക് ഗംഗ ആരതി കാണുകയാണെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ കാണണം. ഇല്ലെങ്കിൽ നമ്മൾ അവിടേക്ക് പോകാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ഒന്നാമത് നമുക്ക് ഇത്ര തിരക്കായതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും ബാക്കിലൊക്കെ വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റില്ല, അത്ര വിസിബിളായിട്ട് കാണാൻ പറ്റില്ല ഗംഗാരതി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കൺഫ്യൂഷനിലാണ്. പിറ്റേ ദിവസം രാവിലെ വീണ്ടും നമ്മൾ ഗംഗാരതി കാണാൻ പോകണോ അതോ ഇന്ന് രാത്രി തന്നെ നമുക്ക് എങ്ങനെയും ഫ്രണ്ടിൽ എത്താൻ പറ്റുമോ എന്നുള്ളൊരു വിചാരത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കിച്ചടി ബാബ ടെമ്പിൾ. ഏതാണ്ട് 100 വർഷം മുന്നേ ശങ്കരസ്വാമി എന്ന് പറഞ്ഞ ഒരാള് കാശിയിൽ വരുന്ന ആരും വിശന്നുറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അവിടുത്തെ പ്രസാദമാണ് കിച്ചടി. അപ്പോൾ പുള്ളിയുടെ കാലശേഷം ഇപ്പോഴും പുള്ളിയുടെ ഭക്തരത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ വരുന്ന ആരും വിശന്നുറങ്ങരുത് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെ ഇപ്പോഴും അവിടെ ഫുൾ ടൈം നമുക്ക് കിച്ചടി അവൈലബിൾ ആണ്. ചെന്നാലും നമുക്ക് അവിടുത്തെ പ്രസാദമായിട്ട് കിച്ചടി കിട്ടും. അങ്ങനെ നമ്മൾ നടന്ന് ദശാശ്വമേധ് ഘട്ടിൽ എത്തിയെങ്കിലും ആരതി ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല തിരക്ക്. ഇപ്പൊ ഈ തിരക്കിനിടെ നമുക്ക് ആരതിയുടെ ഫ്രണ്ടിലേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം ഇത്രയും തിരക്കിനിടയ്ക്ക് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. പക്ഷെ കാശിയുടെ ഒരു പ്രത്യേകത നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ കാണണം എന്നൊക്കെ വിചാരിച്ച് കാശിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോവില്ല. അത് കാശിയുടെ ഒരു പ്രത്യേകതയാണ്. അത് നമുക്ക് ഇവിടെ വന്നപ്പോൾ മുതൽ പല പല കാര്യങ്ങളും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ റൂമിന്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ ഈവൻ നമ്മൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയപ്പോഴും നമ്മൾ പാൽ അഭിഷേകം ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് ഡയറക്റ്റ് അഭിഷേകം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ കുറെ കുരങ്ങുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവർക്ക് കൊടുക്കാൻ നേരം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നടക്കുന്ന ടൈമിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന് ഒരു കുരങ്ങ് അത് കുടിച്ചിട്ടുള്ളൂ. അപ്പം
ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. നമുക്ക് നമ്മൾ ഭയങ്കര ആഗ്രഹത്തോടുകൂടി വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ സാധിച്ചു തരുന്ന പോലെയാണ്. ഇതിലേറ്റവും സന്തോഷമുള്ള കാര്യം ഇത് തന്നെയാണ്. ഏറ്റവും ബാക്കിൽ നിന്ന് കണ്ടിട്ട് പോകണമെന്ന് വിഷമിച്ച് ഞങ്ങൾക്ക് ദൈവമായിട്ട് തന്നെ ഏറ്റവും ഫ്രണ്ടിലേക്ക് വരാനുള്ള ഒരു മാർഗം കാണിച്ചു തന്ന പോലെയാണ്. ഇത്രയും അടുത്ത് വന്നിന്ന് ഗംഗ ആരതി കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഈ തിരക്ക് കാണുന്ന സമയത്ത്. അതായത് മേളിൽ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് ഈ തിരക്ക് കാണുന്ന ടൈമിൽ ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല നമുക്ക് ഇത്രയും അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഇത്രയും വിസിബിൾ ആയിട്ട് നമുക്ക് ഗംഗ ആരതി കണ്ട് നമുക്ക് അത്ര സംതൃപ്തി അണയാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നതല്ല. गंगा ममा गानमलिं करोतु गंगा ममा गानमलिं करोतु गंगा ममा गानमलिं करोतु. हेलो, रेलिंग से पास मत करिए, रेलिंग पर मत, रेलिंग को क्रॉस मत करिए. जो रीजन आती है ये आप लोग से आग्रह है कि रेलिंग को क्रॉस मत करिए. रेलिंग टूट जाएगी, रेलिंग को पास मत करें. पूर्णस्य
माँ गंगा की आरती में आए हुए आप सभी दर्शनार्थियों से आग्रह है, माँ गंगा की आरती संपन्न हो चुकी है। धीरे धीरे सीढ़ियों के माध्यम से आप लोग अपने अपने गणपति को प्रस्थान करें। माँ गंगा की आरती संपन्न हो चुकी है। आप सभी दर्शनार्थियों से आग्रह है, आप धीरे धीरे अपने गणपति को प्रस्थान करें। रामचंद्र की विश्वनाथ की माता की लक्ष्मी माता की सरस्वती माता की शीतला माता की सनातन धर्म की ब्रह्म स्वरूप मंत्री बापू जी महाराज की सत्य साई बाबा की श्री श्री शोभा माता की समस्त देवी देवताओं की समस्त संत महात्मा ऋषियों की भारत माता की नमः पार्वती पतये। ഇത് ഈ വീഡിയോയിൽ കാണാൻ എത്ര പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ ഇവിടെ വന്ന് ഈ ഗംഗാരതി കണ്ട് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോണ്ടല്ലോ, ഇത് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ്, അല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് ഇത് കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് പറ്റുന്നവരെല്ലാവരും ഇവിടെ വരിക, ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് നമ്മൾ വീഡിയോയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്ന അറിവല്ല. നമ്മൾ ഇതിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിവിടെ വന്ന് നമ്മൾ കുറേ നേരം ഇവിടെ നിന്ന് ഇതെല്ലാം കണ്ട് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ കുറേ ചേഞ്ചസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ദേവദിവാലിക്കന്നെ വരണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അല്ലാത്ത സമയത്ത് ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് വരിക, ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. നമുക്ക് നമ്മുടെ ജീവിതത്തിന്, അതായത് ഇത്ര നാൾ നമുക്ക് ജീവിച്ചതിൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സിൽ ഒന്നാണ്. ഇപ്പം എൻ്റെ അടുത്ത് ക്ലിയർലി ആയാലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, എൻ്റെ ഇത്ര നാളത്തെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സ് ഞാൻ റീകളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു മൊമെൻ്റാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഗംഗാരതി കണ്ടതിന് ശേഷം നമ്മളിവിടെ കുറേ മലയാളീസ് ഇതിനെ പരിചയപ്പെട്ടിരുന്നു. അതായത് ഇവിടെ പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഈ ദേവദിവാലി കാണാനായിട്ട് നാട്ടിൽ നിന്ന് വന്നവരാണെങ്കിലും അങ്ങനെ കുറേ ആളുകൾ നമ്മൾ പരിചയപ്പെട്ടത്. ഇപ്പോൾ അവരുടെ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്രണ്ടിൽ നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നവരെല്ലാവരും മലയാളികൾ തന്നെയാണ്. അപ്പം നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഗ്രൂപ്പായിട്ട് തന്നെ ഫ്രണ്ടിലേക്ക് നമ്മൾ മണികർണിക ഘാട്ടിലേക്ക് പോവാണ്. നമ്മൾ രാവിലെ ഓൾറെഡി മണികർണിക ഘാട്ട് കണ്ടിരുന്നു. പക്ഷെ എന്നാലും രാത്രി സമയത്ത് മണികർണിക ഘാട്ട് കാണാൻ വല്ലാത്തൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതും നമ്മളിവിടെ വന്ന് കണ്ട് കുറച്ചു നേരം നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാഴ്ചകളാണ്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ കുറേ വാശിയും വൈരാഗ്യവും പകയും ദേഷ്യവും ഒക്കെ വെച്ച് മുന്നോട്ട് പോയിട്ടൊരു കാര്യമില്ല. നാളെ നമ്മളും ഇതേപോലൊരു ചെതയിൽ എരിയേണ്ടതാണ് എന്നുള്ള സത്യം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവും. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ വാശിയും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ മറന്ന് നമ്മൾ സ്വന്തമായി സന്തോഷിച്ചും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും ജീവിക്കണം എന്ന് കാണിച്ചു തരുന്ന കുറച്ച് പാഠങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗംഗാരതി കണ്ട സന്തോഷത്തിലും മണികർണിക ഘാട്ടിൽ എരിയുന്ന ചിത കണ്ട് ഇനി ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ടും ഇന്നത്തെ യാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ അടുത്ത
വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവ് ദീപാവലി അങ്ങനത്തെ സ്പെഷ്യൽ വീഡിയോസാണ്. അപ്പോൾ ഇനിയുള്ള കാശി വിശേഷങ്ങളായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.